നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇന്ധനമൊന്നും വേണ്ടാത്ത ജനറേറ്റർ, അതായത് ഡീസലോ പെട്രോളോ അതുപോലെ തന്നെ KCBയുടെ ലൈനോ അല്ലെ സോളാർ പാനലുകളോ ബാറ്ററികളോ യാതൊന്നും ഇല്ലാതെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ. അപ്പോൾ 365 ദിവസവും ഇതിങ്ങനെ നമുക്ക് വൈദ്യുതി നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഉപകരണം. അങ്ങനെ ഒരു ഉപകരണം പുതിയതായിട്ട് കണ്ടുപിടിച്ചതായിട്ട് നമ്മുടെ മറുനാടൻ TV-ക്കകത്തും അതുപോലെ തന്നെ ഫോക്കസ് TV എന്ന് പറഞ്ഞൊരു ചാനലിലും വേറെ കുറേ ഫേസ്ബുക്കിലും മറ്റ് പല പ്രമുഖ ചാനലുകളിലും ഒക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നു. ഇങ്ങനെയൊരു ന്യൂസ് പുറത്ത് വന്നതിനോട് അനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകളാണ് എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് എടുക്കുകയും എന്നെ കോൾ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ സോളാർ പാനലൊക്കെ വെച്ച് കൊടുത്ത ആൾക്കാർക്ക് സോളാർ പാനൽ എടുത്ത് നഷ്ടമായി, അല്ലെങ്കിൽ സോളാർ പാനൽ മണ്ടത്തരമായി പോയി, ഇങ്ങനൊരു പുതിയ ഒരു സിസ്റ്റം ഇറങ്ങിയിരിക്കുകയാണ്, ഇനി സോളാറിന് യാതൊരുവിധ പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ് ഇതിനകത്തൊരു നിജസ്ഥിതി എന്താണെന്നുള്ളത്, ഇത് സത്യമാണോ അല്ലയോ എങ്ങനെയാണെന്നുള്ള കാര്യം എന്നോടൊന്ന് പറയണം. ഇതാണ് എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോളാറൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത ആളുകൾ നമ്മളോട് ഇത് വളരെ നഷ്ടമായി പോയി, നമുക്കിങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നല്ലോ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരേണ്ടതായിട്ടുള്ളൊരു കടമയുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, കോട്ടയത്തുള്ള ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ച് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ മലയാളിയിലൊക്കെ ന്യൂസ് വന്നത്, വലിയ വാർത്തയായിട്ട് വീഡിയോയും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 48 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, ആ ബാറ്ററിയിൽ നിന്നും 1.5 HP ഒരു മോട്ടർ, DC മോട്ടർ വർക്ക് ചെയ്യുന്നു. ആ മോട്ടറിൽ നിന്നും വീണ്ടും ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നു. ഗിയർ ബോക്സിൽ കൊടുത്തതിന് ശേഷം ടർബോ ഗിയർ ബോക്സ് എന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ടർബോ ഗിയർ ബോക്സിന് ശേഷം ഇതിനകത്തൊരു ആൾട്ടർനേറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് വീണ്ടും ബാറ്ററി റീചാർജ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ബാറ്ററിയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നിന്നും ബാക്കി വരുന്ന പകുതി ഔട്ട്പുട്ട്, അതായത് 3000 വാട്ടാണ് ഇതിൽ നിന്ന് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. അതിനകത്ത് 1500 വാട്ട് ബാറ്ററി ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നഷ്ടങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഹീറ്റൊക്കെ ആയിട്ട് ബാക്കി വരുന്ന 1500 വാട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 24 മണിക്കൂർ 360 ദിവസം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1500 വാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പുള്ളി അതിനകത്ത് അവകാശപ്പെടുന്നത്. ഒരു കൺവേർഷൻ ചെയിൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ ഈ ഒരു സിസ്റ്റം പുള്ളിക്കാരൻ ഉണ്ടാക്കി അത് നടക്കുന്ന ഒരു കാര്യമാണോ, അത് സത്യമായിട്ടുള്ളൊരു സംഭവമാണോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ നിരവധി വീഡിയോകൾ ഈ ഫ്രീ എനർജി എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിംബാബ്വെ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഒരു വ്യക്തിയുണ്ട്, ഒരു ഇൻവെൻറ്ററാണ്. പുള്ളിക്കാരന് ഇതേപോലെ തന്നെയുള്ള ഒരു ഉപകരണം പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മാക്സ്വെൽ ചിക്സോ എന്നാണ്. അതായത് നിങ്ങൾ ഈ നെറ്റിനകത്ത് യൂട്യൂബിനകത്ത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. സിംബാബ്വെ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് തന്നെ നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിൻ്റെ വീഡിയോകളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ഫ്രീ എനർജി ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി. പക്ഷേ പുള്ളിയുടെ ആ ഉപകരണത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഈ മൈക്രോസോണിക് എനർജി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഫ്രീക്വൻസികളുണ്ടല്ലോ, നമ്മുടെ വേവുകൾ, ഇതിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ് പുള്ളി അവകാശപ്പെടുന്നത്. അങ്ങനെ പുള്ളി TV അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഒരു മേശയുടെ പുറത്ത് വെച്ചിട്ട് വയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും, കാറ് വർക്ക് ചെയ്യിപ്പിക്കും. ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നൂറുകണക്കിന്. പക്ഷേ അദ്ദേഹം ഈ വീഡിയോകളൊക്കെ ഇറക്കിയിട്ട് ഒരു 10 വർഷത്തോളം ഏകദേശമായിരുന്നു. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റുകളും പുറത്തിറങ്ങിയതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ഭയങ്കര ഹൈ സെറ്റപ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലും ഇതിനു മുൻപും നിരവധി ആളുകൾ ഇതേപോലെയുള്ള, ഇപ്പം വേറൊരാൾ കോട്ടയം ആ ഒരു മേഖലയിൽ എവിടെയുള്ള ഒരാളാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടതാണ്. എനിക്ക് അതും ഒരുപാട് ആൾക്കാർ ലിങ്ക് അയച്ചു തന്നാണ്. അതിനകത്ത് അദ്ദേഹം എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതൽ സ്റ്റെപ്പപ്പുകൾ പോലെ തന്നെ, അതായത് നമ്മുടെ സംഭവത്തെപ്പറ്റി കറക്കി അത് സ്റ്റാർട്ട് ചെയ്യുന്ന കണക്കാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് കറക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും. അത് സ്റ്റെപ്പപ്പ് പോലെയുള്ള വോൾട്ടേജ് അപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ബൂസ്റ്റിങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ് പുള്ളി അന്ന് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല ഇപ്പം. ശരിക്കും കുറേ നാളുകളായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട്. പക്ഷേ പുള്ളിനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ശരിക്കും ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെ വെച്ചാൽ, ഒരു മോട്ടോർ, ആ മോട്ടോറിൽ നിന്നും ഒരു ബെൽറ്റ് ഇട്ട് നമ്മളൊരു ഡൈനാമിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ബെൽറ്റ്, അതായത് മോട്ടോർ നമ്മളൊന്ന് ജസ്റ്റ് കറക്കി വിട്ട് കഴിഞ്ഞാൽ ആ മോട്ടോറിൻ്റെ ഷാഫ്റ്റിൽ നിന്നും ഡൈനാമിയിലോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് മോട്ടോർ നമ്മൾ കറക്കി വിടുമ്പോൾ ഡൈനാമിയം കറങ്ങുന്നു. അപ്പോൾ ഡൈനാമിയിൽ നിന്ന് നേരെ തിരിച്ചൊരു കേബിൾ, ഒരു വയർ ഇട്ടിട്ട് നമ്മൾ ഈ മോട്ടോറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങുമ്പോൾ അതിൻ്റെ ആ ബെൽറ്റ് വഴി ഡൈനാമോ കറങ്ങുകയും ഡൈനാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് മോട്ടോർ തിരിച്ച് കറങ്ങുകയും ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് വേറെ ബാറ്ററിയോ അങ്ങനെ ഒരു സാധനം പുറത്ത് നമ്മൾ കൊടുക്കാതെ കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ ഒരു പ്രതിഭാസം, അതിനെയാണ് ശരിക്കും ഈ ഒരു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഈ കോട്ടയംകാരൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ടർബോ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സ് കൂടി അതിന് ഇടയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ചിലർ ഫ്ലൈ വീലുകൾ കൊടുത്തുകൊണ്ടാണ്, ചിലർ ഗിയർ ബോക്സുകൾ കൊടുത്തുകൊണ്ടാണ്, ഓരോ രീതിയിലാണ് ഓരോരുത്തരും ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ പറയുവാണെങ്കിൽ ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞ ഒരു ലോ ഉണ്ട്, അതായത് എനർജി ലോ. ഇതനുസരിച്ച് നമുക്കൊരു ഊർജ്ജം ഉണ്ടാക്കുവാനോ അതിനെ നശിപ്പിക്കുവാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പുള്ളിയുടെ ഈ ഉപകരണം പ്രവർത്തിക്കുകയാണെങ്കിൽ
ഈ ലോകത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്ന വളരെ വലിയൊരു സപ്പോർട്ട് ചെയ്ത് ഈ ഫോക്കസ് ടി വിക്കും മറുനാടൻ ടി വിക്കും ഒക്കെ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നടക്കുകയാണെന്നൊരിക്കൽ ലോകം തന്നെ കീഴ്മേൽ മറിയുന്ന ഒരു കണ്ടുപിടുത്തമാണിത്. അതായത് ഇതിൻ്റെ ഒരു ഡെപ്ത്ത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കണ്ടുപിടുത്തമാണിത്. ഇത് മുന്നോട്ട് വരികയാണെങ്കിൽ, ഇത് നടപ്പിലാകുകയാണെങ്കിൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ ബുക്കുകളും, അതായത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ബുക്കുകളും നമ്മൾ മാറ്റി എഴുതേണ്ടതായിട്ട് ഉള്ള ഒരു സാഹചര്യം വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇതേപോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. അതേപോലെ തന്നെ ഈ എനർജി ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആൽബർട്ട് ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടൻ്റെയോ മാത്രമല്ല, മറ്റെല്ലാ സയൻറ്റിസ്റ്റുകളും ചേർന്നിരുന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ എനർജി ലോ എന്ന് പറയുന്നത്. മാത്രമല്ല ലോകത്തുള്ള സകല സയൻറ്റിസ്റ്റുകളും, നിലവിൽ ഇപ്പം ജനിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും പൂർണ്ണമായിട്ടും അംഗീകരിച്ച് കൃത്യമായിട്ടും അതിൻ്റെ ലോ അനുസരിച്ചാണ് നമ്മളുടെ ഈ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നതാണെങ്കിലും നമ്മുടെ പ്ലെയിൻ വിമാനങ്ങൾ ഓടുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള വൈദ്യുതി ഉൽപ്പാദനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ ലോ ആയിട്ടും പാലിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബാറ്ററി ആണ് അതിനകത്ത് ആദ്യമേ വർക്ക് ചെയ്യുന്നത്. 48 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അതിൻ്റെ ഏച്ച് പുള്ളി പറഞ്ഞിട്ടില്ല, എങ്കിലും 48 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ കണക്ക് കൂട്ടുക. ഒരു 50 AH നമ്മളങ്ങ് വെച്ചു. 50 AH ഏകദേശം ഒരു വലിപ്പം ലിഥിയം ബാറ്ററി ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു 50 AH ബാറ്ററി ഒക്കെ ആണുള്ള ഒരു ഏരിയ അതിനകത്ത് നമ്മളത് കാണുന്നുള്ളൂ. പുള്ളി ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചപ്പോൾ. അപ്പോൾ അത്രയും വയ്ക്കുകയാണെങ്കിൽ ഒരു 2500 അല്ലെങ്കിൽ ഒരു 3000 വാട്ട് അത്രയും ബാറ്ററി ആയിരിക്കും മിക്കവാറും അതിനകത്ത് പുള്ളി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാറ്ററിക്കകത്ത് ഊർജ്ജം സംഭരിച്ചിരിക്കുന്നത് കെമിക്കൽ ഊർജ്ജമായിട്ടാണ് സംഭരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് പുറത്തേക്ക് ഔട്ട്പുട്ട് തരുന്നു. ഈ ഇലക്ട്രിക്കൽ എനർജീനെ അദ്ദേഹം 1/2 HP ഒരു മോട്ടോറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മോട്ടോറിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പോൾ അവിടെ കുറച്ച് ലോസ് വരും. അതിനുശേഷം വീണ്ടും അതിനെ ഒരു ഗിയർ ബോക്സിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടർബോ ഗിയർ ബോക്സ് ആണെന്നാണ്. അതായത് പുള്ളിയുടെ മൊത്തത്തിലുള്ള കണ്ടുപിടുത്തത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് പറയുന്നത് ഈ ഗിയർ ബോക്സ് ആണ്. അതായത് ബാക്കി ഒന്നിനും പ്രാധാന്യമില്ല. ഈ ടർബോ ഗിയർ ബോക്സിന് കണ്ടുപിടുത്തം കൊണ്ടാണ് പുള്ളി ഇതിങ്ങനെ ഉൽപ്പാദിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ലെയ്ത്തിൻ്റെ പവർ എന്താണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം മനസ്സിലായ ഒരു പവറാണ് ഈ ലെയ്ത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ലെയ്ത്ത് കണ്ടിട്ടുണ്ട്. ലെയ്ത്തിനകത്ത് എന്താണ് വർക്ക് ചെയ്യുന്നത്? ഒരു മോട്ടോറാണ് ലെയ്ത്തിനകത്തുള്ളത്, പിന്നെ ഒരു ഗിയർ ബോക്സും, പിന്നെ അതിനകത്ത് ഷാഫ്റ്റിലേക്കൊക്കെ കൊടുത്തിട്ട് അത് ഒരു സംഭവം ഇങ്ങനെ കറങ്ങുകയാണ്. അതിനകത്തൊരു മോട്ടോർ കറങ്ങി കഴിയുമ്പോൾ പല സ്പീഡുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേ പുള്ളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കറങ്ങി കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു സംഭവം അതിൽ വെച്ചിട്ട് അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ അത് നമ്മൾ ചിപ്പ് ചെയ്ത് കളയുന്ന ആ ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് അതിനകത്ത് പിരിവെട്ടാനും ഒക്കെയുള്ള ആ ഒരു ടൈമിങ് ഗിയർ ബോക്സും സംവിധാനമൊക്കെയാണ് അതിനകത്തുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? അതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ പവറിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് സ്പീഡ് കൂട്ടാം. അതായത് നമ്മളിപ്പോൾ ഒരു വീല് നമ്മൾ ഇട്ടിട്ട് ഇത് നമ്മൾ ഒരു തവണ കറക്കുമ്പോൾ അതിന് ഔട്ട്പുട്ടിൽ വരുന്ന വീല് നമുക്ക് 10 തവണ കറങ്ങുന്ന കണക്ക് വേണമെങ്കിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നാണ് സംഭവിക്കുന്നത്? ടോർക്ക് കുറഞ്ഞു. ഇപ്പം നമ്മളുടെ വാഹനമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ലാസ്റ്റ് ഗിയറിൽ, അതായത് ടോപ്പ് ഗിയറിൽ നമ്മളിട്ട് വാഹനം പോകുന്ന സമയത്ത് നമുക്ക് നല്ല സ്പീഡായിരിക്കും. പക്ഷേ എന്താണ്? ശക്തി കുറവാണ്. അതായത് കയറ്റം കയറിപ്പോകാനൊക്കെയുള്ള ആ ഒരു ടോർക്ക് അതിന് കുറവായിരിക്കും. കയറ്റം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകും. അപ്പോൾ നമ്മൾ ഗിയർ താഴേക്ക് ഡൗൺ കൊടുത്ത് ഫസ്റ്റിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എത്ര വലിയ കയറ്റവും കയറും. പക്ഷേ അപ്പോൾ നമുക്ക് സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പം ടോർക്കും സ്പീഡും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഏത് തരത്തിലുള്ള ഗിയർ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയാലും ഇതിനകത്ത് മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഇൻപുട്ട് കൊടുക്കുന്ന എനർജിയെ കഴിഞ്ഞും എത്രയാണെങ്കിലും നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഔട്ട്പുട്ടിൽ അല്പം കുറവ്, എപ്പോൾ പല രീതിയിൽ കൂടെ നമുക്ക് കുറവ് വന്നുകൊണ്ട് ഔട്ട്പുട്ടിൽ കുറവേ കിട്ടത്തുള്ളൂ. അപ്പം എന്ത് തരം ഗിയർ ബോക്സ് ഉണ്ടാക്കിയാലും ശരി, നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിനെ കഴിഞ്ഞും ഔട്ട്പുട്ടിൽ പവർ കൂട്ടാൻ അല്ലെങ്കിൽ എനർജി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഈ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപകരണം അതിനകത്തേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം കുറച്ച് പൈപ്പുകളും കുഴലുകളും ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എടുക്കുന്നത് നമ്മൾ പിടിക്കുമ്പോൾ എത്രയാണ്? 2 ലിറ്റർ വെള്ളം നമുക്ക് കിട്ടുന്നു. ആ 2 ലിറ്റർ വെള്ളം കിട്ടുന്നതിന് 1 ലിറ്റർ നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നു. ബാക്കി 1 ലിറ്റർ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നു. വീണ്ടും ഇത് ആ കുഴലിൽ കൂടെ എല്ലാം ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും 2 ലിറ്റർ നമുക്ക് വെള്ളം കിട്ടുന്നു. ഇങ്ങനെയുള്ളൊരു ഉപകരണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഗിയർ ബോക്സ് വഴി നമുക്ക് പവർ കൂട്ടുന്നു എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് കൊടുക്കുന്നതിന് നമുക്ക് ഒരിക്കലും അതിലും അല്പം കുറവല്ലാതുകൊണ്ട് ഇൻപുട്ട് നമ്മൾ എന്ത് പവർ കൊടുത്താലും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അതിലും കൂടുതൽ ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സയൻസ് ഏത് രീതിയിൽ നോക്കിയാലും അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇദ്ദേഹം കൊടുക്കുന്ന പോലെ ഈ ബാറ്ററി കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഇതിനകത്ത് പലതരത്തിലുള്ള ലോസുകൾ സംഭവിക്കും. ആദ്യമേ തന്നെ എന്താണ്? നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് കുറേ നമുക്ക് എനർജി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് ഫ്രിക്ഷൻ, ഇതിനകത്ത് വരുന്ന ഘർഷണങ്ങൾ മൂലം വളരെയധികം എനർജി ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത് വരുന്നത് നമുക്ക് സൗണ്ട് പോലും, അതിനകത്ത് നിന്നൊരു സൗണ്ട് വരുന്നുള്ളൂ. പുള്ളി ഓണാക്കുമ്പോൾ വലിയൊരു സ്വരം കേൾക്കുന്നില്ല, ആ സ്വരത്തിന് പോലും എനർജി ഉപയോഗിക്കുന്നുണ്ട്.
അങ്ങനെ പോലും നമുക്ക് എനർജി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 70% നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നിന്നും പുള്ളി വീണ്ടും ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ബാലൻസ് വരുന്ന നമ്മൾ 1500 വാട്ട് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരിക്കലും സാധിക്കില്ലാത്ത, ഒരു തരത്തിലും നമുക്ക് സാധിക്കില്ലാത്ത ഒരു കാര്യമാണ്. പലരും എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ കണ്ടുപിടുത്തമൊക്കെ നടത്തുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്, അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലെന്ന്. പക്ഷേ പ്രോത്സാഹനം കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഏത് രീതിയിലുള്ള കണ്ടുപിടുത്തം നടത്തുന്നവർക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള പരീക്ഷണം നടത്തുന്നവർക്കും നമ്മൾ പ്രോത്സാഹനം കൊടുക്കും. അവരോട് നമുക്ക് വളരെ ബഹുമാനമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ പ്രവർത്തിക്കാത്ത ഒരു കാര്യം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. പ്രവർത്തിച്ചതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും ഇത് പ്രവർത്തിക്കില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പുള്ള ഒരു കേസായതുകൊണ്ടാണ്. സാറിന് ഇത് 99% ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഈ ഒരു കേസിനകത്ത് നമുക്ക് 100% പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇനിയും ഇതിനകത്തൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സാധ്യത ആളുകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ 100% പറഞ്ഞത്. പിന്നെ ഈ മറുനാടൻ ചാനൽ പോലെയുള്ള ചാനലുകൾ ഇങ്ങനെയുള്ള ആളുകളെ പോയി ഇൻ്റർവ്യൂ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് സത്യമാണോ അല്ലയോ നമുക്ക് അറിയാനായിട്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് അഴിച്ചു കാണിച്ചാൽ പേറ്റൻറ്റ് പോകും, അദ്ദേഹത്തിൻ്റെ ടെക്നോളജി പുറത്താകും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമില്ല. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ 1500 വാട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ബാലൻസ് പുറത്തേക്ക് വരുന്നതെന്നാണല്ലോ പറഞ്ഞത്. അതിനകത്ത് തന്നെ വേറെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഔട്ട്പുട്ട് തെളിച്ച് കാണിച്ചത് 30 ബൾബുകളാണ് അദ്ദേഹം തെളിച്ച് കാണിച്ചത്. 30 ബൾബുകളും 9 വാട്ടിൻ്റെ LED ബൾബുകളാണ്. 30 ബൾബ് 9 വാട്ടിൻ്റെ LED ഇട്ടാൽ 300 വാട്ട് മാത്രമാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മെഷീൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 3000 വാട്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മെഷീൻ വർക്ക് ചെയ്യാൻ 850,000 വാട്ട് എടുത്ത് ബാക്കി എങ്ങനെയാണെങ്കിലും ഒരു 1500 വാട്ട് ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 1500 വാട്ട് കിട്ടുന്നതാണെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ള ഒരു 15 ബൾബ് അദ്ദേഹത്തിന് തെളിച്ച് കാണിക്കാൻ പറഞ്ഞു. 100 വാട്ടിൻ്റെ സാധാരണ ഫിലമെൻറ്റ് ബൾബ് ഇത് കൂട്ടി ഒരു 15 എണ്ണം ഈസി ആയിട്ടൊക്കെ തെളിയും ഈ പറയുന്ന 1500 വാട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനത്തെ ബൾബുകളാണ് സാധാരണ ആരാണെങ്കിലും തെളിച്ച് കാണിക്കാറുള്ളത്. സാറിന് ഇതിൽ LED ബൾബുകളല്ല. അതേപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ ഇനി നിങ്ങൾ ആരെങ്കിലും പോകുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ചാനലുകാർ പോകുവാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ആരെ അടുത്താണെങ്കിലും പോകുവാണെങ്കിലും ഇതേപോലെയുള്ള ഒരു 15 ബൾബുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു 1500 വാട്ടിൻ്റെ ഒരു ഹീറ്റർ കൊണ്ടുപോകുക. ഈ ഒരു ഹീറ്റർ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ടെക്നോളജി ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ യാതൊരു വയറുകളും ഇല്ലാതുകൊണ്ട് ഈ മെഷീൻ വർക്ക് ചെയ്യിച്ചതിന് ശേഷം ഇതുപോലത്തെ 15 ബൾബുകൾ ഒരു 5 മണിക്കൂർ സമയം കുത്തി വർക്ക് ചെയ്യുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഹീറ്റർ ഇത് കുത്തിയതിന് ശേഷം ഇതൊരു 5 മണിക്കൂർ സമയത്തേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ അവിടെ നിന്നൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ചാനലിൽ കൂടെ ഈ ഒരു വാർത്ത വിടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ആളുകൾക്ക് കുറച്ചും കൂടി നമുക്കൊരു വിശ്വസനീയമാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി ആരെങ്കിലും ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റം വർക്ക് ചെയ്തതാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും KSEB കറണ്ടാണ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു മെഷീൻ ഇത്രയും കാലമായി ഇദ്ദേഹത്തിന് ഈ ഒരു മെഷീൻ ഉണ്ടാക്കണം. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൂട്ടിക്കും. അത്രയല്ലേ മുടക്ക് വരുള്ളൂ. ഇദ്ദേഹം കോടികൾ മുടക്കിയെന്നാണ് മറുനാടൻ മലയാളിക്കകത്ത് ആ ചാനലിനകത്ത് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇതിൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഈ കോടികൾ മുടക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂട്ടി ഒരു 2 മെഷീൻ ഇപ്പോൾ ഒരെണ്ണം പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുള്ളൂ. അതുകൊണ്ട് 2 ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം പൊതുജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും ഒരെണ്ണം പുള്ളിയുടെ വീടിന് ഫിറ്റ് ചെയ്യുവാണെങ്കിൽ ആ KSEB ലൈൻ ആ KSEBയുടെ അവിടെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് കൊടുക്കും. അത് കംപ്ലീറ്റ് KSEB കട്ട് ചെയ്തുകൊണ്ട് ആ വീട്ടിലേക്ക് പുള്ളിക്ക് എന്തുകൊണ്ട് അത് കൊടുത്തുകൂടാ? പുള്ളിക്ക് ഇത്രയും കറണ്ട് വെറുതെ കറണ്ട് ചാർജ് ഇപ്പോൾ ലക്ഷങ്ങൾ കടമായി പുള്ളിക്ക് ഇതെല്ലാം ചെയ്ത് പിന്നെ ഇതിൻ്റെ ഈ കറണ്ട് ചാർജും കൂടി ഇനി അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കയ്യിൽ മെഷീൻ ഇരിക്കുമല്ലേ, പുള്ളിക്ക് അത് KSEBിലോട്ട് കൊടുക്കാമല്ലോ. എന്തിനും ചേഞ്ച് ഓവറും ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന എന്തിനാ? ഈ കണ്ടിന്യൂസ് 24 മണിക്കൂർ 360 ദിവസവും 1500 വാട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെഷീനല്ലേ പുള്ളിയുടെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് പുള്ളി ചേഞ്ച് ഓവറൊക്കെ വെച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കണ്ടിന്യൂസ് 360 ദിവസം വർക്കിങ്. കാരണം സോളാർ പോലെയല്ല ഇത്, ചാർജ് തീർന്നു പോകാട്ടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഈ 1500 വാട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മോട്ടർ അടിക്കാം, ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കാം, TV, വാഷിംഗ് മെഷീൻ, വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പകലും രാത്രിയിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും ഒരു വീടിന്. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് ആ വീടിന് കൊടുക്കാത്തത്? അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇത് ഹൗസ് ബോട്ടുകൾക്കൊക്കെ കൊടുക്കാമെന്ന് പറയും. ഹൗസ് ബോട്ടൊക്കെ വീട് ഹൗസ് ബോട്ടിനെ കഴിഞ്ഞും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഹൗസ് ബോട്ടുകൾ കുറച്ചെണ്ണമല്ലേ ഉള്ളൂ. നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വീടുകളുണ്ട് നമുക്കിവിടെ. ഓരോ വീട്ടിലേക്ക് പറഞ്ഞാൽ മാക്സിമം 1,00,000 രൂപ മുടക്കിയാൽ ഈ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് കണ്ടെടുത്തോളും. അപ്പോൾ ഈ 1,00,000 രൂപ നമുക്ക് മുടക്കി ഇത്തരം ഒരെണ്ണം ഉണ്ടാക്കി ഓരോ വീടുകൾക്കും വെച്ചാൽ പിന്നെ ആ വീട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം കണ്ടിന്യൂസ് റണ്ണാണിത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ വല്ല ബെയറിങ് വല്ലതും പോയാൽ അത് മാത്രം മാറിയിട്ടാൽ മതി, ബാക്കി ഒരു കംപ്ലയിൻറ്റുകളും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം കറണ്ട് KSEB മുഴുവൻ കട്ടായി പോവും ഈ നാട്ടിൽ, ലോകത്തിൽ. അതായത് പഴയ കാലത്ത് നമ്മുടെ ടെലിഫോൺ കേബിളുകൾ ഇങ്ങനെ നമ്മൾ ചിലന്തി വല പോലെ നമ്മുടെ ടൗണിൽ ചെന്നാൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവായി പോയി മൊബൈൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ഈ ലൈനുകൾ മുഴുവൻ ഒഴിവായി പോകും. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം സക്സസ് ആയി വരികയാണെന്ന് വരികിൽ അതായത് എല്ലാ ഫ്ലാറ്റുകളിലും എല്ലാ വീടുകളിലും എല്ലാം ഈ സാധനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ ഇപ്പോൾ ആദ്യമേ ഫസ്റ്റിലെ പുള്ളിയാണല്ലോ ഇത് കണ്ടുപിടിച്ചത്, ഒരെണ്ണം വെച്ചുകൂടാന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപകരണം വരുമെന്ന് കരുതി നിങ്ങൾ ആരും സോളാർ പാനൽ മേടിക്കാതെ ഇരിക്കേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി
അതല്ല ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ സമയം അത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 1500 വാട്ടിൻ്റെ ഒരു ഹീറ്റർ കൊടുത്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാനായിട്ടെങ്കിലും ഈ മറുനാടൻ മലയാളി പോലെയുള്ള ചാനലുകൾ. അപ്പോൾ മറുനാടൻ മലയാളിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അവർ 100% കൺഫേം ചെയ്ത ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും മാത്രമേ അവരുടെ ചാനലിനകത്ത് സംരക്ഷണം ചെയ്യുള്ളൂ എന്നൊക്കെയാണ് അതിൻ്റെ ഓണർ സാജൻ സ്കറിയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സാജൻ സ്കറിയോട് പറയാനായിട്ടുള്ളത്, ഇനി ഇതുപോലെ ചെക്ക് ചെയ്ത് ഇത് 100% ഉറപ്പിച്ച് ഓക്കെ ആണെന്നുള്ളൊരു വീഡിയോയും കൂടി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്ത് നിങ്ങൾ ഇടണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്, അതിനുള്ളിലെ കാര്യങ്ങളെപ്പറ്റി എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് അഴിച്ച് അദ്ദേഹം ഒന്ന് ജസ്റ്റ് തുറന്ന് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അതിൻ്റെ ആ ഒരു ഇതിനകത്ത് ഒരു ഫാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു എക്സോസ്റ്റ് ഫാനാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന എക്സോസ്റ്റ് ഫാൻ തന്നെയാണ് അത്. പക്ഷേ അതിനകത്ത് തലകുത്തി പിടിപ്പിച്ചിരിക്കുന്നതായിട്ട്, തലതിരിച്ച് പിടിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പം അതിനകത്ത് ആ ഫാനൊന്ന് നേരെ എടുത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂളിങ്, അപ്പം ഏതോ ഒരു ചാനലിൽ പുള്ളി പറഞ്ഞു കേട്ടോ അതിനകത്ത് കൂളിങ് കുറച്ചുകൂടെ സെറ്റാക്കണം, ഹീറ്റ് കൂടുതലാണെന്നൊക്കെ. അപ്പം ആ ഫാൻ നേരെ പിടിപ്പിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടെ ഹീറ്റ് കുറയാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ആ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇത് തന്നെയാണെങ്കിലും ഈ സെയിം ന്യൂസ് തന്നെ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ സംരക്ഷണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു 24 മണിക്കൂർ സമയം ഒരു 1500 വാട്ട് ലോഡ് കൊടുത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എത്ര സമയത്തേക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നോട് പലരും ചോദിച്ചിട്ട്, അങ്ങനെ ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ള കാര്യം, അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 48 വോൾട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആംബിയർ അറിഞ്ഞുകൂടെ, ഒരു 50 ആംബിയറാണ് ഉദ്ദേശം. ഞാൻ പറയുവാണെങ്കിൽ ഒരു 50 ആംബിയർ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000 വാട്ട് ബാറ്ററി മാക്സിമം അതിനകത്ത് ഒരു പക്ഷേ കണ്ടേക്കാം. 3000 വാട്ടൊക്കെ ഉണ്ടെങ്കിൽ 1500 വാട്ടൊക്കെ നമ്മൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ സമയത്തേക്ക് കൂടുതൽ അത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് അതിനകത്തുനിന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും കൃത്യമായിട്ടും 100% ഒരു ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ സാറിന് ഇതിൽ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഇതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോകളെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ ആർക്കും നമ്മൾ കൊടുക്കാറില്ല. നമ്മളൊന്ന് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര വലിയ ചാനൽ വന്ന് നിങ്ങളോട് പറഞ്ഞെന്നാലും മറുനാടൻ മലയാളി പറഞ്ഞാലും ഇത് നടക്കില്ലാത്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ചാനലിൽ പറയുന്നുണ്ട് സയൻറ്റിസ്റ്റുകളും അങ്ങനെയുള്ള ആളുകളൊന്നും അദ്ദേഹവുമായിട്ട് സഹകരിക്കാത്തതിന് കാരണം ഇങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും നടക്കില്ല എന്ന് എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഒരു തരത്തിലും അദ്ദേഹവുമായിട്ട് ഇത് ആരും സഹകരിക്കാത്തത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഫേക്കായിട്ടുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനോ നമ്മുടെ ഈ ചാനലിൽ കൂടി ഞാൻ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് 100% അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.